ഒരു തീരുമാനമെടുത്ത് ഒരു നല്ല ഇനോഗ്രേഷൻ നടത്തണം. അങ്ങനെ ഇനോഗ്രേഷന് വേണ്ടി അന്നത്തെ വാട്ടർ റിസോഴ്സസ് മിനിസ്റ്ററായിരുന്ന മാത്യു ടി തോമസ് സാറിനെ ക്ഷണിക്കുകയും അദ്ദേഹം വന്ന് നമ്മുടെ ഒരു സമ്മേളനം, ഗംഭീരമായ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. ആ സമ്മേളനത്തിൽ നമ്മുടെ അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനത്തിൽ നമ്മുടെ മുൻ ചെയർമാനായിരുന്ന ബാബു പോൾ സാർ സന്നിഹിതനായിരുന്നു. അതുപോലെ തന്നെ കെ പത്മനാഭൻ നായർ സാർ മുതൽ, എം ഡി ആയിരുന്ന കെ പത്മനാഭൻ നായർ സാർ മുതൽ സീനിയേഴ്സായിട്ടുള്ള കൃഷ്ണവേണി മാഡം, കൃഷ്ണയർ സാറ്, അങ്ങനെ വളരെ സീനിയേഴ്സായിട്ടുള്ള ആളുകൾ, പി രാമേന്ദ്രൻ നായർ സാറ്, വി എസ് രാമേന്ദ്രൻ നായർ സാറ്, അങ്ങനെയുള്ളവരെല്ലാം പങ്കെടുത്ത ഒരു സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ ഏതാണ്ട് 200ഓളം മെമ്പർമാർ നേരത്തെ തന്നെ ചേർന്നു. ഏതാണ്ട് ഒരു 50 മെമ്പർമാരെ ആ ദിവസം ചേർന്നു. അങ്ങനെ 250 മെമ്പർമാരായി. ഇരിക്കുന്ന ഏതാണ്ട് 800ഓളം എഞ്ചിനീയർമാരാണുള്ളത്. അതിൽ 630ഓളം എഞ്ചിനീയർമാർ നമ്മുടെ സംഘടനയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരു 100-150 പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഈ മാറി നിൽക്കുന്ന ആളുകൾ കൂടുതലുള്ളത്. അതൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ 8ാമത് സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനൊരു മാറ്റം വരും. ഇവിടുന്നൊരു നല്ല ശതമാനം എഞ്ചിനീയേഴ്സ് ഫർദറായിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. നമ്മുടെ ഈ സംഘടന രൂപീകരിച്ച് ശമ്പളവും പെൻഷനും പുതുക്കുന്നതിനുള്ള ഒരു കമ്മീഷനെ വയ്ക്കുകയും ആ കമ്മീഷൻ നമുക്ക് വേണ്ടിയും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി വാട്ടർ അതോറിറ്റി. അതിൽ ആ ഗവൺമെൻറ് വളരെയധികം പക്ഷാഭേദം കാണിക്കുകയും സർക്കാരിലെ പെൻഷൻകാരെയും സർക്കാരിലെ ജീവനക്കാരുടെയും പെൻഷനും ശമ്പളവും പരിഷ്കരിച്ച് ഉടനെ തന്നെ ഉത്തരവിറക്കി. എന്നാൽ ഒരു കാലത്ത് സർക്കാർ ജീവനക്കാരായിരുന്ന വാട്ടർ അതോറിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചു. കുറെ പ്രശ്നങ്ങൾ ഉയർന്നു വരുമെന്നുള്ള കണ്ടപ്പോൾ വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരന് മാത്രം ശമ്പളം പരിഷ്കരിച്ചു. അത് തന്നെ വളരെ ഈ അതിന് ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കിയിരുന്ന 1.38 ഡയലൂട്ട് ചെയ്ത് 1.34 32 ഒക്കെ വെച്ചാണ് പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സിന്റെ ശമ്പളം പരിഷ്കരിച്ചത്. അതിനെ എതിർക്കാൻ പോലും ആരുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബഷീർ ജനറൽ സെക്രട്ടറിയായിട്ടുള്ളത്, കിടമ്പള്ളിയെ പെൻഷനേഴ്സ് അസോസിയേഷൻ കൃഷ്ണകുട്ടി നായർ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള, ഇങ്ങനെ 3 സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഇവരെല്ലാം നമ്മൾ മീറ്റ് ചെയ്യുകയും ഇവരുമായിട്ടെല്ലാം ചർച്ചകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ വളരെ താമസിയാതെ നമ്മുടെ നേതൃത്വത്തിൽ ഒരു കേരള വാട്ടർ അതോറിറ്റി യുണൈറ്റഡ് പെൻഷനേഴ്സ് ഫോറം രൂപീകരിച്ചു. പെൻഷനേഴ്സ് കൂട്ടായ്മ. ആ പെൻഷനേഴ്സ് കൂട്ടായ്മ രൂപീകരിച്ചാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ആ പെൻഷനേഴ്സ് കൂട്ടായ്മ രൂപീകരിച്ച് ആ പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ പെൻഷൻകാരെയും ഏതാണ്ട് 10,000-12,000-ഓളം പെൻഷൻകാർ ഇന്ന് വാട്ടർ അതോറിറ്റിയിലുണ്ട്. അവരെല്ലാവരെയും കൂടെ ചേർത്ത് ഒരു സമര പരിപാടി തുടങ്ങണമെന്നും അതിന് ആദ്യപടിയായിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. പിന്നീട് ധനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. അതുപോലെ തന്നെ